ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, അതിൽ കേരളത്തെക്കുറിച്ചുള്ള മിനിമം 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇൻക്ലൂഡായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ കേരളത്തെക്കുറിച്ചിട്ടുള്ള മുഴുവൻ പ്രധാനപ്പെട്ട പോയിന്റുകളും കവർ ചെയ്ത് പോകാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ പ്രകൃതി, സംസ്കാരം, ജൈവ വൈവിധ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന പ്രധാന പ്രതീകങ്ങളെക്കുറിച്ച് പഠിക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക ഫലം ചക്ക, ഔദ്യോഗിക മത്സ്യം കരിമീൻ, ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി, ഔദ്യോഗിക ഭാഷ മലയാളം, സംസ്ഥാന സൂക്ഷ്മാണു ബാസിലസ് സബ്റ്റിലിസ്. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പഠിച്ചത്. കേരളത്തിലെ ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക ഫലം ചക്ക, ഔദ്യോഗിക മത്സ്യം കരിമീൻ, ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി, ഔദ്യോഗിക ഭാഷ മലയാളം, സംസ്ഥാന സൂക്ഷ്മാണു ബാസിലസ് സബ്റ്റിലിസ്. ഇനി അടുത്തത് കേരളത്തിലെ പ്രധാന കായലുകളെയും അവ ഏത് ജില്ലയിലാണ് എന്നതും പഠിക്കാം. കേരളത്തിലെ പ്രധാന കായലുകൾ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതിയെയും ജലഗതാഗതത്തെയും വിനോദസഞ്ചാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും സമ്പന്നമാക്കുന്ന പ്രധാന ജലാശയങ്ങളാണ്. ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂവാർ കായൽ തിരുവനന്തപുരം, പൂന്തുറ കായൽ തിരുവനന്തപുരം, പരവൂർ കായൽ കൊല്ലം, ചേറ്റുവ കായൽ തൃശ്ശൂർ, മൂര്യാട് തടാകം തൃശ്ശൂർ, വൈന്തല തടാകം തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന കായലുകളാണ് ചേറ്റുവ കായൽ, മൂര്യാട് തടാകം, വൈന്തല തടാകം. തിരുവനന്തപുരം ജില്ലയിലുള്ളത് പൂവാർ കായലും പൂന്തുറ കായലും. അതുപോലെ കൊല്ലം ജില്ലയിലെ പ്രധാന കായലാണ് പരവൂർ കായൽ. അടുത്തത് എറണാകുളം ജില്ലയിലെ പ്രധാന കായലാണ് വരാപ്പുഴ കായൽ, പൊന്നാനി കായൽ മലപ്പുറം, ബിയ്യം കായൽ മലപ്പുറം, കർലാട് തടാകം വയനാട്, കവ്വായി കായൽ കണ്ണൂർ. ഇന്ന് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ നദികളും മറ്റു പേരുകളും. കേരളത്തിലെ നദികൾ സംസ്ഥാനത്തിൻ്റെ ജീവധാരകളാണ്. ഇവയിൽ പല നദികൾക്കും പ്രാദേശികമായി അറിയപ്പെടുന്ന മറ്റു പേരുകളുമുണ്ട്. കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ നദികളുടെയും അവയുടെ അപരനാമങ്ങളുടെയും ചോദ്യങ്ങൾ പതിവായി ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. മീനച്ചിലാർ അറിയപ്പെടുന്ന പേരുകളാണ് കവണാർ, ഗൗണാർ, വാമനപുരം പുഴ ആറ്റിങ്ങൽ പുഴ എന്നും കാര്യങ്കോട് പുഴ തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ തേജസ്വിനി പുഴ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്ന പേരിലും കടലുണ്ടിപ്പുഴ കരിമ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നു. ചാലിയാർ പുഴ അറിയപ്പെടുന്ന പേരുകളാണ് നിലമ്പൂർ പുഴ, ബേപ്പൂർ പുഴ, പൊന്നുപുഴ. ചാലിയാർ പുഴ അറിയപ്പെടുന്ന പേരുകൾ നിലമ്പൂർ പുഴ, ബേപ്പൂർ പുഴ, പൊന്നുപുഴ. അതുപോലെ തന്നെ കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്ന പേരുകളാണ് മുരാട് പുഴ, കോട്ടപ്പുഴ, കേരളത്തിലെ മഞ്ഞ നദി. കുറ്റ്യാടിപ്പുഴയുടെ മറ്റു പേരുകളാണ് മുരാട് പുഴ, കോട്ടപ്പുഴ, കേരളത്തിലെ മഞ്ഞ നദി. പാമ്പാർ തലയാർ എന്നും കബനി നദി കപില നദി എന്നും അറിയപ്പെടുന്നു. അതുപോലെ കേച്ചേരിപ്പുഴയുടെ രണ്ട് പേരുകളാണ് വടക്കാഞ്ചേരിപ്പുഴ, ആളൂർ പുഴ എന്ന്. തിരൂർ പുഴ വള്ളിപ്പുഴ എന്ന പേരിലും തലശ്ശേരിപ്പുഴ പൊന്നിയം പുഴ എന്ന പേരിലും അറിയപ്പെടുന്നു. മയ്യഴിപ്പുഴ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നുമാണ്. അതുപോലെ ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നിള, പേര, പൊന്നാനിപ്പുഴ എന്നിവ. നമുക്കൊന്നുകൂടി പരിചയപ്പെടാം. മീനച്ചിലാർ അറിയപ്പെടുന്ന പേരുകളാണ് കവണാർ, ഗൗണാർ, വാമനപുരം പുഴ ആറ്റിങ്ങൽ പുഴ എന്നും കാര്യങ്കോട് പുഴ തേജസ്വിനി പുഴ എന്നും കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നും കടലുണ്ടിപ്പുഴ കരിമ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ചാലിയാർ അറിയപ്പെടുന്ന പേരുകളാണ് നിലമ്പൂർ പുഴ, ബേപ്പൂർ പുഴ, പൊന്നുപുഴ. അതുപോലെ കുറ്റ്യാടിപ്പുഴ, മുരാട് പുഴ, കോട്ടപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പാമ്പാർ നദി തലയാർ എന്ന പേരിലും കബനി കപില എന്ന പേരിലും അറിയപ്പെടുന്നു.
അതുപോലെ കേച്ചേരിപ്പുഴ, വടക്കാഞ്ചേരിപ്പുഴ, ആളൂർ പുഴ എന്ന പേരിലും തിരൂർ പുഴ, വള്ളിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നു. തലശ്ശേരിപ്പുഴ, പൊന്നിയംപുഴ എന്ന പേരിലും മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിവ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ ദേശീയ പാർക്കുകളും അവ ഏത് ജില്ലയിലാണ് എന്നും പഠിക്കാം. കേരളത്തിലെ ദേശീയ പാർക്കുകൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വന്യജീവി പരിപാലനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രധാന സംരക്ഷിത പ്രദേശങ്ങളാണ്. ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ദേശീയ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരവികുളം ദേശീയ പാർക്ക്, പാമ്പാടുംചോല ദേശീയ പാർക്ക്, മതികെട്ടാൻചോല ദേശീയ പാർക്ക്, ആനമുടിച്ചോല ദേശീയ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും സൈലന്റ് വാലി ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലുമാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാന ദേശീയ പാർക്കുകളാണ് ഇരവികുളം, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ആനമുടിച്ചോല. പാലക്കാട് ജില്ലയിലെ ദേശീയ പാർക്ക് സൈലന്റ് വാലി. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളും അവ ഏത് ജില്ലയിലാണ് എന്നും പഠിക്കാം. കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ സംസ്ഥാനത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിന്റെയും വിനോദസഞ്ചാര മേഖലയുടെയും പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളെക്കുറിച്ചുള്ള അറിവ് മത്സര പരീക്ഷകളിൽ പ്രധാനപ്പെട്ടതാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ മീൻമുട്ടി, സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ വയനാട് ജില്ലയിലും പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലും പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലുമാണ്. അരുവിക്കുഴി കോട്ടയം ജില്ലയിലും തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രധാന വെള്ളച്ചാട്ടങ്ങൾ എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം തൃശ്ശൂർ, മീൻമുട്ടി സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ വയനാട് ജില്ലയിലും പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലും ധോണി പാലക്കാട് ജില്ലയിലും പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലും അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലും തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന ഡാമുകളും നദികളും എന്ന് നോക്കാം. കേരളത്തിലെ പ്രധാന ഡാമുകൾ ജലസേചനം, വൈദ്യുതി ഉൽപാദനം, കുടിവെള്ള വിതരണം, പ്രളയ നിയന്ത്രണം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ്. കൂടാതെ അവ നിർമ്മിച്ചിരിക്കുന്ന നദികളെക്കുറിച്ചുള്ള അറിവ് മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടുക്കി ഡാം പെരിയാർ നദിയിലാണ്. അതുപോലെ തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതും പെരിയാർ നദിയിലാണ്. പെരിയാർ നദിയിലെ 2 ഡാമുകളാണ് ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം. അതുപോലെ ഭാരതപ്പുഴയിലുള്ള ഡാമാണ് മലമ്പുഴ ഡാം. കബനി നദി അഥവാ കരാമൻ തോടിലുള്ള ഡാമാണ് ബാണാസുര സാഗർ. അതുപോലെ തന്നെയാണ് നെയ്യാർ നദിയിലുള്ളതാണ് നെയ്യാർ ഡാമും മണലി നദിയിലുള്ളതാണ് പീച്ചി ഡാമും. ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. പെരിയാറിലുള്ള 2 ഡാമുകളാണ് ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം എന്നിവ. ഭാരതപ്പുഴയിലുള്ളതാണ് മലമ്പുഴ ഡാം. അതുപോലെ കബനി നദി അഥവാ കരാമൻ തോടിലുള്ളതാണ് ബാണാസുര സാഗർ. നെയ്യാർ നദിയിലുള്ളതാണ് നെയ്യാർ ഡാം. അതുപോലെ മണലി നദിയിലുള്ളതാണ് പീച്ചി ഡാം. ഇനി അടുത്ത വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും. കേരളത്തിലെ പ്രധാന ചുരങ്ങൾ പശ്ചിമഘട്ട മലനിരകളിലൂടെ കേരളത്തെ അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലമ്പാതകളാണ്. ഇവയെയും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെയും കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാലക്കാട് ചുരം പാലക്കാട്, കോയമ്പത്തൂർ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളെയും പെരിയാർ ചുരം മാനന്തവാടി, തലശ്ശേരി എന്നിവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ, ഊട്ടിയെയും ആര്യങ്കാവ് ചുരം കൊല്ലം, ചെങ്കോട്ട എന്നിവയെയും ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി, മധുര എന്നിവയെയും ബന്ധിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട 6 ചുരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. പാലക്കാട് ചുരം പാലക്കാട്, കോയമ്പത്തൂർ എന്നിവയെയും താമരശ്ശേരി ചുരം കോഴിക്കോട്, വയനാട് എന്നിവയെയും
പെരിയ ചുരം മാനന്തവാടി തലശ്ശേരി എന്നിവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുപോലെ നാടുകാണി ചുരം നിലമ്പൂർ ഊട്ടി എന്നിവയെയും ആര്യങ്കാവ് ചുരം കൊല്ലം ചെങ്കോട്ട എന്നിവയെയും ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുര എന്നിവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വിവിധ കാർഷിക വിളകളുടെ വികസനം, ഉൽപാദന വർധന, രോഗനിയന്ത്രണം, പുതിയ ഇനങ്ങളുടെ ഗവേഷണം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലും കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലുമാണ്. സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലുമാണ്. കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലുമാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലും സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലും സ്ഥിതി ചെയ്യുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലും കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലുമാണ്. ഈ കേരളത്തെ സംബന്ധിച്ച അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതിനു മുമ്പ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.